വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് വിത്ത് ബനാസർ ഖാലിദ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ ആ ഒരു ചാപ്റ്റർ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പരീക്ഷയ്ക്ക് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ റിമൈനിങ് പോർഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ചൊക്കെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങളാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യക്ക് സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. അപ്പൊ അങ്ങനത്തെ അവസരത്തിൽ ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. അപ്പൊ ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇനി അന്ന് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പൊ പൊതുമേഖലയ്ക്കാണ് അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഇനി സ്വതന്ത്രാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. അപ്പൊ സ്വതന്ത്രാനന്തരം ഗവൺമെന്റ് ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികൾ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു. ഈ കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു ഈ പദ്ധതികൾ പ്രധാനപ്പെട്ടത്. ഇനി സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. അപ്പൊ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓർത്തുവയ്ക്കുക. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾ ശക്തി വർദ്ധിപ്പിക്കുന്ന ഭാഗമായി 1950 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പൊ സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. 1950 നിലവിൽ വന്നത്. സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആരുടെ നേതൃത്വത്തിൽ? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. ഇനി അതിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിൽ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. മനസ്സിലാക്കുക. ഇനി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖ് എന്നിവർ ഇതിന്റെ അംഗങ്ങളായിരുന്നു. ആസൂത്രണ കമ്മീഷൻ മറ്റ് അംഗങ്ങൾ ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖുമായിരുന്നു. ഇത് നിരവധി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു സാമ്പത്തിക ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷൻ സാമ്പത്തിക സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി കൂട്ടുന്നതിന് വേണ്ടി നിലനിന്നത്. അപ്പൊ ഇത്തരത്തിൽ പല പദ്ധതികൾ ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കി. ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികൾ ഒന്നാണ് പഞ്ചവത്സര പദ്ധതികൾ. അത് 1951 പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. 1951 പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. അത് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണെന്നും ഓർത്തു വയ്ക്കുക. ഇനി കാർഷിക വ്യവസായിക മേഖല പുഷ്ടിപ്പെടുത്താനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജ ഉൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയെ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. അപ്പൊ എന്താണ്? കാർഷിക വ്യവസായ മേഖല പുഷ്ടിപ്പെടുത്തുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ ഊർജ്ജ ഉൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കുമാണ് ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ഇനി സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ സഹായം ആർക്ക് ലഭിക്കുന്നുണ്ട്? ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഇരുമ്പുരുക്ക വ്യവസായശാലകളെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ഒന്നാം എന്ന് പറയുന്നത് ഭിലായി ആണ്. ഭിലായിയും ബൊക്കാറോവും ഉണ്ട്. അത് സോവിയറ്റ് യൂണിയൻ രാഷ്ട്രത്തിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക വ്യവസായശാലകളാണ്. ഇതൊക്കെയാണ് ഭിലായിയും ബൊക്കാറോ. ആരുടെ സഹായത്തോടെ? സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി. ഇനി റൂർക്കേല എന്ന് പറയുന്നത് ജർമ്മനി എന്ന രാഷ്ട്രത്തിന്റെ സഹായത്തോടുകൂടി ആരംഭിച്ച ഇരുമ്പുരുക്ക വ്യവസായശാലയാണ്. ദുർഗാപൂർ എന്ന് പറയുന്നത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇരുമ്പുരുക്ക വ്യവസായശാലയാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിന് സാമ്പത്തികമായി ആധുനികവൽക്കരിക്കപ്പെടണമെങ്കിൽ അവിടെ അണക്കെട്ടുകൾ പ്രധാനമായി വേണമെന്ന് ഇന്ത്യക്ക് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് അണക്കെട്ടുകൾ നിർമ്മിക്കുകയുണ്ട്. അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതോർജ്ജവും ഇന്ത്യക്ക് ഈ പറയുന്ന അണക്കെട്ടുകളുടെ നിർമ്മാണത്തിലൂടെ ലഭിക്കുകയുണ്ട്. അപ്പൊ സ്വതന്ത്രാനന്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ബക്രാനങ്ങൾ പദ്ധതി ആരംഭിച്ചു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്ങൾ പദ്ധതിയാണെന്ന് ഓർത്തുവെക്കുക. പല പരീക്ഷകളും ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. ഇനി ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ എന്തൊക്കെ വർദ്ധിച്ചു? കാർഷിക പുരോഗതി ഉണ്ടായി, കന്നുകാലി സംരക്ഷണം ഉണ്ടായി, അതുപോലെ ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനമൊക്കെ ഉണ്ടായി. അപ്പൊ അതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ദേശീയ തലത്തിൽ 55 പദ്ധതികൾ 1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ജന്മദിനത്തിൽ തുടക്കം കുറിച്ചു. അപ്പം ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്തിനെയൊക്കെ ലക്ഷ്യം കൊണ്ടാണ്? ഇന്ത്യയിലെ കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളെ ഉന്നമനം, ഈ കാര്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ദേശീയ തലത്തിൽ
55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. ആ സമയത്ത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് പറഞ്ഞു. 1990-കളായപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ചെറിയ വ്യത്യാസം വന്നു. പൊതുമേഖലയ്ക്ക് പകരം അവിടെ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലെ പുരോഗതിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ് ഇതിനു മുമ്പുള്ള ക്ലാസ് ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്. അപ്പൊ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളിൽ സ്വതന്ത്രാനന്ദ ഇന്ത്യ എന്തൊക്കെ പുരോഗതിയാണ് കൈവരിച്ചത് നമുക്ക് നോക്കാം. ഇവിടെയും നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്, ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അത്ഭുതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. അത്തരത്തില് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അത്ഭുത നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ധാരാളം ഗവേഷണ സ്ഥാപനങ്ങൾ നിലനിന്നു. അവയിൽ ചിലതാണ് താഴെ പറയുന്നത്, ശ്രദ്ധിക്കുക. ഇപ്പൊ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, അതുപോലെ അത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, എന്താണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്, അതാണ് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, പിന്നെ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇത് ഏതാനും ചില ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അത്ഭുത നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിച്ചതിലൂടെയാണ്. എന്തൊക്കെയാണ്? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, പിന്നെ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ശാസ്ത്ര വ്യവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയും എൻ ഭട്നാഗറുമായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി എന്ന് പറയുന്നത് അതിന്റെ ആ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഹോമി ജെ ബാബ അല്ലെ, ഹോമി ജഹാംഗീർ ബാബയും എൻ ഭട്നാഗറുമായിരുന്നു ഓർത്തു വയ്ക്കുക. ഇനി ഹോമി ജെ ബാബ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷനുമാണ്. അപ്പൊ ഹോമി ജെ ബാബ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ബാബയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശാസ്ത്ര സ്ഥാപനങ്ങൾ ഏതാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷനുമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇതുപോലെ തന്നെ ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. അപ്പോൾ ആ ഒരു സമയത്താണ് ശാസ്ത്ര സാങ്കേതിക മേഖലകളെ പുരോഗതിയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ആ ഒരു കാലം സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അല്ലെങ്കിൽ IIT-കൾ, 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അല്ലെങ്കിൽ IIT-കൾ 1954-നും 1964-നും ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന സ്വതന്ത്രാനന്ദയുടെ കാലഘട്ടത്തിൽ. സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ 1954-നും 1964-നും ഇടയ്ക്കാണ് സ്ഥാപിക്കുകയുണ്ടായത്. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന കുറയ്ക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ IIT-കൾ സ്ഥാപിക്കുകയുണ്ടായത്. ഇവിടെയും ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണമാണ്. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സ്വതന്ത്രാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേക്ഷണങ്ങൾ നടത്തി. 1962-ൽ ജവഹർലാൽ നെഹ്റുവിന്റെയും ശാസ്ത്രജ്ഞ വിക്രം സാരാഭായുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതം. ഇവിടെ ഓർത്തിരിക്കേണ്ട എന്താണ്? 1962-ൽ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി, എന്താണ്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962-ലാണെന്ന് ഓർത്തു വയ്ക്കുക. ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിലുന്ന 1962-ലാണ്. ആരുടെ ശ്രമഫലമായാണ്? ജവഹർലാൽ നെഹ്റുവിന്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായുടെയും ശ്രമഫലമായാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962-ലാണ്. ഇനി അതേ തുടർന്ന് 1969-ൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെ, അതായത് ISROയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ നേതൃത്വം ഇതിന്റെ കീഴിലെ. അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം ഏതിന്റെ കീഴിലായി? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ, അതായത് ISROയുടെ കീഴിലെ. അപ്പം ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ 1962-ലാണ്. 1969-ലാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന, അതായത് ISRO നിലവിൽ വന്നതും കൂടെ ഓർത്തു വയ്ക്കാം. ഇനി തിരുവനന്തപുരത്തിനടുത്ത് തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിനടുത്ത് തുമ്പയിലാണെന്ന് ഓർത്തു വയ്ക്കുക.
ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അടുത്ത ഇന്ത്യയുടെ നേട്ടം എന്ന് പറയുന്നത് എന്താണ്? 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു എന്നതാണ് അടുത്ത ഇന്ത്യയുടെ നേട്ടം. ഈ ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. അപ്പൊ ഉപഗ്രഹങ്ങൾക്ക് പുറമെ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും വികസിപ്പിച്ചെടുക്കുകയാണ് എടുത്തു. ഇത്തരത്തിൽ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിന്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ നമുക്കുണ്ട്. ഇവ താഴെ പറയുന്നവയാണ്. അപ്പോൾ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഇന്ത്യയിലെ ഏജൻസികൾ ഏതൊക്കെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി മുതലായവയാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഏജൻസികളാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയ. ഇന്ത്യയുടെ മിസൈലുകൾ ഏതൊക്കെയാണ്? അഗ്നി, പൃഥ്വി തുടങ്ങിയവയാണ്. അതുപോലെ ഡോക്ടർ രാജാ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവരാണ് ഈ പറയുന്ന ആണവ രംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാം, അതുപോലെ ഡോക്ടർ രാജാ രാമണ്ണ മുതലായവരാണ് ഈ പറയുന്ന ആണവ രംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം. അതുപോലെ ഇന്ത്യയിലെ ചാന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങൾ ഇന്ത്യ ബഹിരാകാശ പര്യവേഷണങ്ങളെ പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഫലമായാണ് ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങൾ ആരംഭിച്ചത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ. 2008 ഒക്ടോബറിലാണ് അതിന് തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യക്കൊപ്പം മറ്റുള്ള രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യക്ക് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകത്തിൽ എത്തുന്ന രാജ്യമേ ഇന്ത്യ മാറാൻ സാധിച്ചു. അങ്ങനെ ഇന്ത്യക്ക് ബഹിരാകാശ വകുപ്പിന്റെ ഇന്ത്യയുടെ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. അപ്പൊ ചന്ദ്രയാനും മംഗൾയാനും ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണങ്ങളാണ് എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ എന്താണ്, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാൻ. അപ്പൊ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി ഏതിന് ലഭിച്ചു? മംഗൾയാന് ലഭിച്ചു. അപ്പൊ അത്തരത്തില് ഇന്ത്യ ആണവ രംഗത്ത് അതുപോലെ ബഹിരാകാശ രംഗത്തുള്ള പുരോഗതി കൈവരിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. ഇനി വിക്രം സാരാഭായിയെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ആണവ ശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. അപ്പം ആണവ ശാസ്ത്ര മേഖലയിലും അതുപോലെ ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായ്. അദ്ദേഹം കേംബ്രിഡ്ജ് ഉന്നത വിദ്യാഭ്യാസം നേടിയത്. ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദ് ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായാണ്. അപ്പം തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? വിക്രം സാരാഭായാണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അതുപോലെ അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം. ഇനി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ വിക്രം സാരാഭായ് എന്ന് പറയുന്ന അദ്ദേഹം ആണവശാസ്ത്ര മേഖലയിൽ അതുപോലെ ബഹിരാകാശ മേഖലയിലും ഒരുപോലെ ഇന്ത്യക്ക് സംഭാവന നൽകിയ ശാസ്ത്രജ്ഞനാണ്. അതുപോലെ അദ്ദേഹം തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെയും അഹമ്മദാബാദ് ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രത്തിന്റെയും ശില്പി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകി. അതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണെങ്കിൽ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. 11ാം രാഷ്ട്രപതി അദ്ദേഹം ശാസ്ത്രജ്ഞൻ, ഗവേഷണം കൂടിയായിരുന്നു. മിസൈൽ സാങ്കേതികവിദ്യ പരിപോഷിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹനികളായ SLV-3, PSLV എന്നിവ വികസിപ്പിച്ചെടുത്തു. അപ്പൊ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം ശാസ്ത്രജ്ഞനും ഗവേഷണം കൂടിയായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിക്കുന്ന പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിനെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹം ISROയുടെ ചുമതലയിലായിരുന്നപ്പോൾ അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിച്ചിരുന്നു. അത് ഏതൊക്കെയാണ്? ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹനികൾ SLV-3യും PSLV-യും ആണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങളെ കുറിച്ച് ഇത്തരം കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട ചന്ദ്രയാന്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക്
വേറെ പഠിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബഹിരാകാശ നേട്ടം. സ്വതന്ത്രാന്റെ ഇന്ത്യയിൽ ബഹിരാകാശ നേട്ടം അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നേട്ടങ്ങളിൽ പ്രധാനമായിട്ട് അതിന് ഊന്നൽ നൽകിയ വ്യക്തി ആരും ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ധാരാളം സമിതികൾ, ഗവേഷണ സമിതികൾ ആരംഭിച്ചു. ഇനി നമ്മൾ പറഞ്ഞതാണ് വ്യവസായ ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഹോമി ജഹാംഗീർ ഭാഭ, അതുപോലെ S.N. ഭട്നാഗർ ആയിരുന്നു. ഇനി ഹോമി ഭാഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷനും ആരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്? ഹോമി ജഹാംഗീർ ഭാഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശാസ്ത്ര സ്ഥാപനങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആ സമയത്ത് 5 IIT നിലവിൽ വന്നു. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിലനിന്ന 1954-64 കാലഘട്ടത്തിലാണെന്നും ഓർത്തു വയ്ക്കുക. ഇനി ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവിടെയും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെയും ശാസ്ത്രജ്ഞ വിക്രം സാരാഭായുടെ നേതൃത്വത്തിലായിരുന്നു. 1962 അതിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചത്. 1962 അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഇനി 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ അല്ലെങ്കിൽ ISROയുടെ രൂപീകരണം നടന്നത് 1969. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി ബഹിരാകാശ ഗവേഷണക്കാരുടെ കൂട്ടായ പരിശ്രമത്തെ തുടർന്ന് 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിക്കുകയുണ്ടായി. ഇനി അതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? ഇന്ത്യയിൽ എന്താണ് ഉപഗ്രഹ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ നിലവിൽ വന്നു. അതാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, അതുപോലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇനി മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ പുരോഗതി കൈവരിച്ചു. അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകൾ ഇന്ത്യയുടേതാണ്. അതുപോലെ ഡോക്ടർ രാജാ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ഇന്ത്യയുടെ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ദൗത്യങ്ങളെല്ലാം ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക. അതിൽ ചന്ദ്രയാന് ചന്ദ്രനിലേക്ക് ഇന്ത്യയുടെ ദൗത്യവും മംഗൾയാൻ എന്ന് പറയുന്നത് ചൊവ്വ ദൗത്യമാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാമിനെ കുറിച്ചും വിക്രം സാരാഭായെ കുറിച്ചും ഏതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദ് ഉപഗ്രഹ വാർത്താ വിനിമയ കേന്ദ്രം തുടങ്ങിയവരുടെ ശില്പി ആരെന്ന് വെച്ചാൽ ശില്പി വിക്രം സാരാഭായി ആണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇനി APJ അബ്ദുൽ കലാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ 11ാമത് രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം ശാസ്ത്രജ്ഞ ഗവേഷണമായിരുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചുമതല വഹിച്ച ISRO ചുമതല വഹിച്ച സമയത്ത് അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിച്ചു. അത് SLV-3 PSLV ആണ്, ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്വതന്ത്രാന്ത്യ ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക മേഖലയെക്കുറിച്ചും അതുപോലെ തന്നെ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇതിനപ്പുറത്തും കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ദിവസം നമ്മൾ ഇതിന്റെ ബാക്കി പോർഷൻസ് നോക്കുന്നതാണ്. ഇന്ന് നമ്മൾ പഠിച്ച പോർഷൻസിൽ മിക്ക PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം നോക്കി വെക്കാം. അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിന് ഉടൻ തന്നെ വരുന്നതാണ്. ചിൽഡ്രൻസ് ബൈ ഫ്രം മീ.